ലാ തഫൂതു അഹദുൻ സലാത്തുൽ ജമാഅ ഇല്ലാ ബിദംബിൻ. ജമാഅത്ത് നിസ്കാരം നഷ്ടപ്പെടുന്നുണ്ടോ അതിന്റെ കാരണം പാപമാണ് എന്നാണ്. പാപം ചെയ്യുന്ന വ്യക്തിക്ക് ഉപജീവനത്തിൽ തന്നെ നഷ്ടം ഉണ്ടാകുന്നതാണ്. ജോലിയിലും കച്ചവടത്തിലും ബിസിനസ്സിലൊക്കെ തന്നെ നഷ്ടം വരും എന്നാണ്. ഇബാദത്തിനൊരു രുചിയുണ്ട്, ആരാധനയ്ക്കൊരു രുചിയുണ്ട്. പന്തളിക്ക് രുചിയില്ലേ? പന്തളിക്കൊരു രുചിയില്ലേ? ഗെയിം കളിക്കണ കുട്ടിക്ക് കിട്ടുന്ന ഒരു രുചിയില്ലേ? സുഹൃത്തുക്കളായിട്ട് ഇങ്ങനെ ഒരു യാത്രയിൽ ഒന്നിച്ച് വർത്താനം പറഞ്ഞു പോകുമ്പോൾ മനസ്സിൽ ഇവിടെ കിട്ടുന്ന ഒരു സുഖല്ലേ? ആ സുഖം ആരാധനകൾക്ക് ഉണ്ടെന്നാണ്. ഒരാൾക്കൊരു സാമ്പത്തിക സഹായം കൊടുക്കുമ്പോൾ, അയാളുടെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു എന്നറിയുമ്പോൾ, അയാൾ ജീവിതത്തിലേക്ക് നടന്നു കയറി എന്നറിയുമ്പോൾ, അൽഹംദുലില്ലാ പടച്ചോനെ, അയാൾ ഇനി ജീവിക്കുന്നിടത്ത് എന്റെയും കൂടി ഒരു പങ്കുണ്ടല്ലോ, അയാൾ ചെല്ലണ തസ്ബീഹിനും തഹ്ലീലിന്റെ ഒക്കെ ഒരു ഓഹരി എനിക്കും കിട്ടുമല്ലോ. നമ്മൾ അയച്ചു കൊടുത്തൊരു ലിങ്ക് ഒരാൾ തുറന്ന ഇത് കേട്ടു എന്ന് കേൾക്കുമ്പോൾ ഒരു മനസ്സിക്ക് കിട്ടാനുള്ള വല്ലാത്തൊരു ആശ്വാസമുണ്ട്, ആസ്വാദനമുണ്ട്. ലാ തജിദു തുഅമൽ ഇബാദതി മൻ അസല്ലാഹ വറസൂല. അല്ലാഹുവിനെയും റസൂലിനെയും ധിക്കരിക്കുന്നവർക്ക് അതൊരിക്കലും ലഭിക്കുകയില്ല എന്നാണ്. അതൊരിക്കലും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുകയില്ല എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. പിന്നെ സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ് പഠിപ്പിക്കുകയാണ്. മാത്രമല്ല നമുക്ക് കാണാൻ പറ്റും, ബനു ഇസ്രായേലികളിൽപ്പെട്ട ഒരു മനുഷ്യൻ, ഒരു പണ്ഡിതൻ, അദ്ദേഹം പടച്ചോനോട് പറഞ്ഞു, പടച്ചോനെ കം ഉസീഖ്, ഞാൻ നിന്നോട് എത്ര വലിയ ധിക്കാരങ്ങളാണ് ചെയ്തത്, പക്ഷേ നീ ഇന്ന് വരെ എന്നെ ശിക്ഷിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ അവര് പ്രവാചകന് അള്ളാഹുവിന്റെ അടുത്തുനിന്ന് വാർത്ത വന്നു എന്നാണ്. എന്ത്? ഞാൻ നിന്നെ എന്ന് ശിക്ഷിച്ചു തുടങ്ങിയിട്ടുണ്ട്. നീയും നിന്റെ റബ്ബും തമ്മിലുള്ള മുനാജാത്തിൽ വല്ല ഫീലിംഗ് ഉണ്ട് എനിക്ക്? അടുത്തൊരു സുഹൃത്തിനോടൊരു സങ്കടം പറയുമ്പോ കണ്ണ് നനയും, അവൻ നമ്മളെ ചേർത്ത് പിടിക്കും. ഞാൻ അല്ലടാ, നീ എന്തിനാ പേടിക്കണേ? നിന്റെതൊക്കെ വിറ്റ് തീർന്ന എന്റേത് വിറ്റിട്ട് നമ്മളെ നിന്റെ കുട്ടിനെ ചികിത്സിക്കൂലേ? നീ ഇങ്ങനെ കരഞ്ഞാലോ എന്ന് പറയുമ്പോ അയാളിലേക്ക് നമ്മളിങ്ങനെ ചാരി നിൽക്കും. ആ വ്യക്തിയോട് സംസാരിക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ആശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ, വലഖദ് ഖലഖ്നൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. എന്തൊരായത്താണത്! നാമാണ് മനുഷ്യനെ പടച്ചത്. സൂക്ഷ്മമായ ബീജ പിന്നെ ഗണങ്ങളുടെ അണ്ടങ്ങളുടെ കൂടിച്ചേരലിലൂടെ മനുഷ്യനുണ്ടാക്കിയത് നാമാണ്. അവന്റെ ഉള്ളിലെ എല്ലാ സങ്കടവും എനിക്കറിയാം. അവന്റെ കണ്ഠനാടിയോളം ഞാൻ അടുത്തവനാണ്, അല്ലേ? ആ ഫീലിങ്ങോടുകൂടെ റബ്ബിനോട് വർത്തമാനം പറയാൻ സഹോദരങ്ങളെ നമുക്ക് പറ്റുന്നുണ്ടോ? മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ദിക്റിലുള്ള ആസ്വാദനം നഷ്ടപ്പെടും. അതിങ്ങനെ വിരലിലൊരു അനക്കം മാത്രമാകും. മറ്റേത് അല്ലാഹു അക്ബർ തന്നെയാണെന്ന് ഉൾക്കൊണ്ട് ദിക്റ് ചൊല്ലും.